അതിലൂടെ കേരളത്തെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും യോഗ്യമായ ഒരു ലഭ്യത എന്ന നിലയ്ക്ക് ടൂറിസം മിനിസ്ട്രി ഇതെല്ലാം നമുക്ക് പറഞ്ഞ് ചാർത്തിത്തരാനും അത് ഏറ്റുവാങ്ങാനും ഒക്കെയുള്ള ഒരു ഗ്ലോറി എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണ് പകർന്നു നൽകുന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഭാരം, അമിതമായ ഭാരം ഞാനിപ്പോൾ തന്നെ അനുഭവിച്ചറിയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഭാരമായി തീരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നെ ഡോക്ടർ സഹദുള്ള പറഞ്ഞു ഇതിന്റെ എല്ലാം കൂടെ ഒരു മെഡിക്കലിന്റെയും കൂടെ കാര്യമൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. വളരെ വിചിത്രമായ കാര്യം ഞാൻ എപ്പോഴും പറയുന്നു. I could have performed 100 times or 1,000 times better as remaining as an MP, a simple MP. Would have facilitated smooth operation for Kerala and such other states whom I promised. എല്ലാ മേഖലയിലും കടന്നു ചെല്ലാൻ പറ്റും, എല്ലാ മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ കടന്നു ചെല്ലാൻ പറ്റും. നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന ചില തത്വങ്ങളുണ്ട്, നിയമങ്ങളൊന്നുമല്ല. ചില ബിഹേവിയറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. ഒരു വകുപ്പ് മന്ത്രിയുടെ അധികാരത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ലഭ്യതകൾക്ക് വേണ്ടി അധികാരത്തിന്റെ ഒരു മന്ത്രി മറ്റൊരു വകുപ്പിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് അധികാരത്തിന്റെ അതിന്റെ പേരിൽ ഒരു ലീനിയൻസി കൈപ്പറ്റുന്നതിനകത്തുള്ള ഒരു ഔചിത്യക്കുറവെന്ന് പറയുന്നത് വലിയ തലവേദനയാകാൻ പോകുന്ന പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പല അപ്പൊ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിന്റെ സയന്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്ഡ് ഗോ അഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ISROയിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഉദ്ദേശം മുല്ലപ്പെരിയാറായ അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴിനെയും മലയാളിയും തമ്മിലടിപ്പിക്കാനാണ്. എന്താണത് കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷണർ സുപ്രീം കോടതി നിയോഗിച്ച് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഒരാൾക്കും അതിനകത്ത് തലയിടാൻ പറ്റില്ല. തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ശ്രമിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ്.